ഹലോ ഗൈസ്, സൈലന്റ് എഫ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഫുട്ബോളിനോടുള്ള മുഹബത്തും ആവേശവും ഒന്നും പുതിയതായിട്ട് ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമല്ല. ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് നടക്കുന്ന ഒരു മത്സരം അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റിൻ്റെ ആവേശം ഇവിടെ തകർത്ത് ആഘോഷിക്കുന്ന ഒരു ഫാൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഫുട്ബോൾ പ്രേമികളാണ് നമ്മളൊക്കെ. വേൾഡ് കപ്പ് സമയത്ത് നമ്മുടെ ആഘോഷങ്ങളും ആഘോഷ രീതികളും ഓൾറെഡി വേൾഡ് ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ക്രിക്കറ്റ് പോലുള്ളൊരു ഗെയിം അടക്കി വാഴുന്ന ഇന്ത്യൻ മഹാരാജ്യത്ത് ഫുട്ബോളിനെ ഇത്രയധികം നെഞ്ചിലേറ്റിയ, ഫുട്ബോളിന് ഇത്രയും വളക്കൂറുള്ള നമ്മുടെ കേരള മണ്ണിലേക്ക് പുതിയൊരു ലീഗ് കടന്നു വരികയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത പോലെ ഒരു ഫ്രാഞ്ചൈസി ഫുട്ബോൾ ലീഗാണ് വരുന്നത്. സൂപ്പർ ലീഗ് കേരള ഈ മാസം സെപ്റ്റംബർ 7 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചിയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഈ ലീഗിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. 2022 സൂപ്പർ ലീഗ് എന്നുള്ള രാഷ്ട്രീയം ഫൗണ്ട് ചെയ്യുന്നത്. കേരള ഫുട്ബോൾ അസോസിയേഷനും യൂണിഫൈഡ് ഫുട്ബോൾ ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡും കൂടി ചേർന്നാണ് സൂപ്പർ ലീഗ് ഒരുക്കുന്നത്. കേരളത്തിലെ 6 മേജർ സിറ്റീസിനെ റെപ്രസെന്റ് ചെയ്തുള്ള 6 ടീമുകളാണ് ആദ്യത്തെ സീസണിൽ സൂപ്പർ ലീഗിൽ ഉണ്ടാവുക. ഇനി 6 ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാപ്പിന്റെ താഴ്ത്തുനിന്ന് പിടിക്കാം. തിരുവനന്തപുരം കൊമ്പൻസ് FC, ഫോഴ്സ കൊച്ചി, തൃശ്ശൂർ മാജിക് FC, കാലിക്കറ്റ് FC, മലപ്പുറം FC, കണ്ണൂർ വാരിയേഴ്സ് FC. അങ്ങനെ ഈ 6 ടീമുകളാണ് ആദ്യത്തെ സൂപ്പർ ലീഗ് സീസണിൽ മത്സരിക്കുന്നത്. 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ലീഗാണിത്. സെപ്റ്റംബർ 7 സ്റ്റാർട്ട് ചെയ്ത് നവംബർ 10 അവസാനിക്കും. ഇതിൽ ലീഗ് മാച്ചസും ഉണ്ട്, നോക്കൗട്ട് മാച്ചസും ഉണ്ട്. ആദ്യത്തെ 30 മത്സരങ്ങൾ, ടോട്ടൽ 33 മത്സരങ്ങളാണ്. അതിൽ 30 മത്സരങ്ങൾ ലീഗ് മാച്ചസ് ആണ്, ഹോം ആൻഡ് എവേ ബേസിസിൽ നടക്കുന്ന ലീഗ് മാച്ചസ്. ബാക്കി 3 മത്സരങ്ങൾ, 2 സെമി ഫൈനലും 1 ഫൈനൽ. ഫൈനൽ നടക്കുന്നതും കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തന്നെയാണ്. ഇനി ഈ ലീഗിൻ്റെ പ്രൈസ് മണി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 1 crore ഇന്ത്യൻ റുപ്പീസാണ് ഫസ്റ്റ് വിന്നേഴ്സിന് കിട്ടുന്നത്. റണ്ണേഴ്സപ്പായി വരുന്നവർക്ക് 50 lakhs ഇന്ത്യൻ റുപ്പീസാണ് സമ്മാനത്തുക. കേരളത്തിലെ 4 സ്റ്റേഡിയത്തിലായിട്ടാണ് സൂപ്പർ ലീഗിൻ്റെ ആദ്യത്തെ സീസൺ നടക്കാൻ പോകുന്നത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ട്രിവാൻഡ്രം, മഞ്ചേരി സ്പോർട്സ് കോംപ്ലക്സ് മലപ്പുറം, EMS കോർപ്പറേഷൻ സ്റ്റേഡിയം കോഴിക്കോട്. ഇതിൽ മഞ്ചേരി സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയം മലപ്പുറം FCയും തൃശ്ശൂർ FCയും ഷെയർ ചെയ്യുകയും, അതേപോലെ EMS കോർപ്പറേഷൻ സ്റ്റേഡിയം കണ്ണൂർ വാരിയേഴ്സ് FCയും കാലിക്കറ്റ് FCയും ഷെയർ ചെയ്യുകയായിരിക്കും. ട്രിവാൻഡ്രം ടീമിനും കൊച്ചി ഫോഴ്സ കൊച്ചിക്കും അവരുടേതായ സ്റ്റേഡിയംസ് അതത് ടെറിട്ടറി തന്നെയുണ്ട്. ഇനി ഈ ലീഗിലെ ടീം സ്ക്വാഡിൽ കുറച്ച് റെഗുലേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഹെഡ് കോച്ച് ഫോറിനർ ആയിരിക്കണം, അസിസ്റ്റന്റ് കോച്ച് കേരള സെക്ടറിൽ നിന്നായിരിക്കണം. ഇനി അതേപോലെ പ്ലെയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6 ഫോറിൻ പ്ലെയേഴ്സിനെ വരെ ടീമിൽ ഉൾപ്പെടുത്താം ഓരോ ക്ലബിനും. ഇനി ഈ ഒരു ലീഗ് സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ യൂത്ത് പ്ലെയേഴ്സിനെ, അതായത് ഇനി വരാൻ അപ്കമിങ് പ്ലെയേഴ്സിന് പ്രചോദനമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 അണ്ടർ 20 ഹോം ഗ്രൗണ്ട് പ്ലെയേഴ്സ് സ്ക്വാഡിൽ വേണം എന്നുള്ളതുണ്ട്. അതേപോലെ അണ്ടർ 23 ലോക്കൽ പ്ലെയേഴ്സ് 3 പേര് വേണം എന്നുള്ള നിബന്ധനയുമുണ്ട്. സോ ഇതോടുകൂടി നമ്മുടെ അപ്കമിങ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ യങ് പ്ലെയേഴ്സിന് ഫോറിൻ പ്ലെയേഴ്സിൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ ഫോറിൻ കോച്ചസിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പോഷർ കിട്ടുകയാണ്. അവരുടെ കൂടെ കളിക്കാനും അവരുടെ നോളേജ് കാര്യങ്ങളും പുതിയ അവരുടെ വിഷൻ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാനൊരു അവസരം അവർക്ക് കിട്ടുകയാണ്. ഇതേപോലെ തന്നെയുള്ള കോച്ചുമാരുടെ കാര്യം, ഫോറിൻ കോച്ചസിൻ്റെ കയ്യിൽ നിന്നുള്ള നോളേജ് ട്രാൻസ്ഫർ ഇവർക്ക് വളരെയധികം അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണിത്. നമ്മുടെ മലയാളി കോച്ചസ് അല്ലെങ്കിൽ ഇന്ത്യൻ കോച്ചസിനൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു അവസരം. ഇനി ഫ്രാഞ്ചൈസി ഓണേഴ്സിനെ കുറിച്ചും അതേപോലെ ഹെഡ് കോച്ചസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് അത്യാവശ്യം കാണപ്പെടാൻ പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അത്യാവശ്യം ലെങ്ത് ഉണ്ട്, സോ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ നോക്കി തന്നെ പറയാം. അത്യാവശ്യം തിരുവനന്തപുരം കൊമ്പൻസ്, ട്രാവൻകൂർ റോയൽ ഫാമിലിയുടെ ഒരു ഷെയർ ഉണ്ട്. അതേപോലെ കിംസ് ഹോസ്പിറ്റൽ, കേരള ട്രാവൽസ് പ്ലസ് കോളം FC ഇവരൊക്കെയാണ് ഈ ഫ്രാഞ്ചൈസിലെ ഷെയർ ഹോൾഡേഴ്സ്. സെർജിയോ അലക്സാന്ദ്രെ ബ്രസീലിയൻ കോച്ചിനെയാണ് അവർ ഹെഡ് കോച്ചായിട്ട് നിയമിച്ചിരിക്കുന്നത്. കലി അലാവുദ്ദീൻ എന്ന അസിസ്റ്റന്റ് കോച്ചിനെയും നിയമിച്ചിട്ടുണ്ട്. ഇനി ഫോഴ്സ കൊച്ചിയിലേക്ക് വരുമ്പോൾ ഫോഴ്സ കൊച്ചിയുടെ മേജർ ഷെയർ ഹോൾഡേഴ്സായിട്ട് വരുന്നത് പൃഥ്വിരാജ് സുകുമാരൻ, വേറെ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ സ്വന്തം രാജുവേട്ടൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുപ്രിയ മേനോൻ, അതുപോലെ തന്നെ നസ്ലി മുഹമ്മദ്, ഷമീം ബക്കർ, പ്രവേശ് കുൽപ്പള്ളി, ഷൈജാൽ മുഹമ്മദ് എന്നീ ഇൻഡിവിജ്വൽസാണ് ഫോഴ്സ കൊച്ചിയുടെ ഷെയർ ഹോൾഡേഴ്സായിട്ടുള്ളത്. പോർച്ചുഗീസ് കോച്ചായ മാരിയോ ലെമോസിനെയാണ് അവർ ഹെഡ് കോച്ചായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഈ ലീഗിലെ ഏറ്റവും പ്രായം കുറഞ്ഞ
കോച്ചാണ്, 38 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് എക്സ് ഇന്ത്യൻ ഫുട്ബോളർ ജോ പോൾ അഞ്ചേരിയെ നിയമിച്ചിട്ടുണ്ട്. നമ്മുടെ ISL പണ്ട് തകർത്ത് കളിച്ച റാഫേൽ അഗസ്റ്റോ എന്ന പ്ലെയർ ഒരു തിരിച്ചുവരവ് ഈ ടീമിലേക്ക് കടന്നു വരുന്നുണ്ട്, ഇന്ത്യൻ ഫുട്ബോളിലേക്ക്. ഇനി നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ മാജിക് FC. ആ പേരിൽ തന്നെയുണ്ട് ഓണറിനെ കുറിച്ചൊരു ഹിന്റ്. അത്യാവശ്യം മലയാളം സിനിമയൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാജിക് ഫ്രെയിംസ് എന്നുള്ള പേര് അത്യാവശ്യം പരിചയമുണ്ടാവും. ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത, ഒട്ടനവധി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഫേമസ് നിർമ്മാതാവാണ്. അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലാണ് തൃശ്ശൂർ മാജിക് FC ഒരുങ്ങുന്നത്. അതേപോലെ തന്നെ മലയാളി സിനിമാ പ്രേമികളുടെ സ്വന്തം നിവിൻ പോളി ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ക്ലബിൻ്റെ ഹെഡ് കോച്ചായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജിയോവാനി സ്കാനൂനിയാണ്, ഇറ്റാലിയൻ കോച്ചാണ്. അതേപോലെ തന്നെ സജീവൻ ബാലൻ അദ്ദേഹത്തെ അസിസ്റ്റന്റ് കോച്ചായിട്ട് നിയമിക്കുന്നുണ്ട്. ഇതൊന്നും പോരാനായിട്ട് ക്ലബിൻ്റെ ഒരു സ്ട്രൈക്കറായിട്ട് വരുന്നത് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരം, മലയാളികളുടെ ഇടിവെട്ട് സ്ട്രൈക്കറായിരുന്ന CK വിനീതാണ്. സോ അദ്ദേഹം ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോടിൻ്റെ കാലിക്കറ്റ് FC, IBS ഗ്രൂപ്പാണ് അവരുടെ ഓണർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇയാൻ ഗിലൻ ഓസ്ട്രേലിയൻ കോച്ചാണ്, അദ്ദേഹമാണ് ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട് വരുന്നത്. ബിബി തോമസ്, കേരള സന്തോഷ് ട്രോഫി ടീമിനെ കോച്ച് ചെയ്ത ബിബി തോമസ് ആണ് ഇവരുടെ അസിസ്റ്റന്റ് കോച്ചായിട്ട് ചുമതലയേൽക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരമായിരുന്ന കെർവൻസ് ബെൽഫോർട്ട്, ആരും മറക്കാൻ ചാൻസ് ഇല്ല ഈ താരത്തെ. അദ്ദേഹത്തിൻ്റെ കളികളും അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ, കഴുത്തറപ്പൻ സെലിബ്രേഷൻസ് ആരും മലയാളി ഫുട്ബോൾ പ്രേമികളാരും മറക്കാൻ ചാൻസ് ഇല്ല. അദ്ദേഹം ടീമിനൂടെ ചേരുന്നുണ്ട്. അതുപോലെ തന്നെ പഴയൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡറായിരുന്ന അബ്ദുൾ ഹക്കും ടീമിൻ്റെ കൂടെ ചേരുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് കേരള ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന മലപ്പുറത്തേക്കാണ്. മലപ്പുറം FC. അവരുടെ ഓണർഷിപ്പിൽ ആരൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ബിസ്മി ഗ്രൂപ്പ്, സാറ്റ് FC, ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്സ്, ബേബി നീലാംബ്ര, ഇവരൊക്കെയാണ് മലപ്പുറം FCയുടെ ഓണർഷിപ്പിലുള്ളത്. അവർ കോച്ചായിട്ട് നിയമിച്ചത് ഒരു ഇംഗ്ലീഷ് കോച്ചിനെയാണ്, ജോൺ ഗ്രിഗറി. ISL ഫാൻസിന് ആ പേര് അത്യാവശ്യം ഓർമ്മ കാണും. ചെന്നൈയിൻ FCയുടെ ISL വിന്നിംഗ് കോച്ചാണ് ജോൺ ഗ്രിഗറി. സോ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഒരു കംബാക്ക് നടത്തുകയാണ്. അതേപോലെ ക്ലിയോഫാസ് അലക്സിനെ അസിസ്റ്റന്റ് കോച്ചായിട്ടും അവർ നിയമിക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡിഫൻസീവ് നെടുന്തൂണായിരുന്ന സെന്റർ ബാക്ക് അനസ് എടത്തൊടിക, മലയാളികളുടെ സ്വന്തം അനസിക്ക ടീമിൻ്റെ കൂടെ ചേരുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ അവസാനത്തെ ടീമായ കണ്ണൂർ വാരിയേഴ്സ് FCയെ കുറിച്ചാണ് പറയാനുള്ളത്. അവരുടെ ഒരു മേജർ ഷെയർ ഹോൾഡറായിട്ട് സെലിബ്രിറ്റിയായ ആസിഫ് അലി ടീമിൻ്റെ ഒരു മേജർ സെലിബ്രിറ്റി ഷെയർ ഹോൾഡറാണ്. അതുപോലെ തന്നെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടർ ഹസൻ കുഞ്ഞി, കാസിൽ ഗ്രൂപ്പ്, DDC ആൻഡ് DDNMRC, അയാം ബിസിനസ് സ്കൂൾ ഡയറക്ടേഴ്സ് ഒക്കെ ഇവരുടെ ഷെയർ ഹോൾഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. മാനുവൽ സാഞ്ചസ് മൂര്യ ഒരു സ്പാനിഷ് കോച്ചിനെയാണ് അവർ നിയമിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഷഫീഖ് ഹസൻ അസിസ്റ്റന്റ് കോച്ചായിട്ട് ടീമിൽ ചുമതലയേൽക്കുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഫ്രാഞ്ചൈസി ഓണർഷിപ്പിനെ കുറിച്ചും ഹെഡ് കോച്ചസിനെ കുറിച്ചും പറയാനുള്ളത് ഈ 6 ടീമുകളുടെ. ഒരു പുതിയ ലീഗ് അനൗൺസ് ചെയ്യുമ്പോൾ, ഒരു പുതിയ മാച്ച് അനൗൺസ്മെൻ്റ് ഒക്കെ വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ ഫുട്ബോൾ പ്രേമികളും, ലൈവ് ടെലികാസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ട്രീം ചെയ്യാൻ പറ്റുമോ, സ്റ്റേഡിയത്തിൽ പോകാതെ തന്നെ അല്ലെങ്കിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടി നമുക്ക് ആ മാച്ച് എൻജോയ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ലീഗാണ് സൂപ്പർ ലീഗ്. അതിൻ്റെ ആദ്യത്തെ സീസണാണ്. പക്ഷെ അതിൻ്റെ ഒരു ഗ്രേറ്റ് പ്ലസ് ആയിട്ട് ഞാൻ കാണുന്നത് ആദ്യത്തെ ഈ സീസണിൽ തന്നെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ട്. സ്റ്റാർ സ്പോർട്ട് ഫസ്റ്റ് ചാനലിൽ ടെലികാസ്റ്റിങ്ങും ഉണ്ട്. അതേപോലെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ലൈവ് സ്ട്രീമിങ്ങും ഉണ്ട്. ഇനി അതേപോലെ പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 7-ാം തീയതിയാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ആദ്യത്തെ മത്സരം നടക്കാൻ പോകുന്നത്. ആദ്യത്തെ മത്സരം നടക്കുന്നത് ഫോഴ്സ കൊച്ചി വേഴ്സസ് മലപ്പുറം FC ആണ്. ഫോഴ്സ കൊച്ചിയുടെ ഹോം മാച്ച് ആയിരിക്കും നാച്ചുറലി. മത്സരത്തിന് മുമ്പ് തന്നെ ഗംഭീരമായ ആഘോഷങ്ങളും ഉദ്ഘാടന ചടങ്ങുമൊക്കെ നടക്കുന്നുണ്ട്. ISL ഒക്കെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണാറുള്ള പോലെ തന്നെ ഒരു ഗംഭീര ഉദ്ഘാടന ചടങ്ങൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓർഗനൈസേഴ്സ്. ഇനി ഈ സൂപ്പർ ലീഗിൻ്റെ വരവോടുകൂടി നമ്മുടെ യങ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ജെൻ പ്ലേയേഴ്സ് എങ്ങനെയാണ് ടച്ച് ആവുന്നത് എന്നാണ് പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. ബേസിക്കലി പറയുകയാണെങ്കിൽ ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം സൂപ്പർ ലീഗിൻ്റെ ഓർഗനൈസേഴ്സ് ക്ലെയിം ചെയ്യുന്ന ഡാറ്റ അസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു കാര്യമാണ്. ഒരു യങ് പ്ലെയർ അദ്ദേഹത്തിൻ്റെ ജൂനിയർ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് പ്ലെയർ ഡാറ്റ റെഗുലറായി കളക്ട് ചെയ്യുകയും അത് കരിയർ പ്രോഗ്രഷന് വേണ്ടി അസിസ്റ്റൻസായി യൂസ് ചെയ്യുന്ന ഒരു ബെറ്റർ ടോപ്പ് നോച്ച് സ്കീം ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. ഇതേപോലെ പ്രോപ്പർ ഡാറ്റയുടെ അഭാവം കാരണം ബെറ്റർ സ്കൗട്ടിംഗ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാതെ
തഴയപ്പെട്ടു പോയ ഒരുപാട് ജനറേഷണൽ ടാലൻസ് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്, 2 തലമുറകളായിട്ടുണ്ട്. സോ ഇതിനൊരു അറുതി വരുത്താൻ സൂപ്പർ ലീഗിൻ്റെ ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് വഴി കഴിയുമെന്നാണ് അതിൻ്റെ ഓർഗനൈസേഴ്സ് പറയുന്നത്. അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മറ്റൊരു കാര്യം സംസാരിക്കണമെന്ന് വെച്ചാൽ, സൂപ്പർ ലീഗിൻ്റെ ന്യൂസ് കാണുമ്പോഴൊക്കെ അതിൽ താഴെ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു കൂടുതൽ കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു. എന്തിനാണ് ഈ 6 ഫോറിൻ പ്ലേയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കുന്നത്? ആ ഒരു സ്ലോട്ട് കൂടി നമ്മുടെ ലോക്കൽ പ്ലേയേഴ്സിന് കൊടുത്തുകൂടി, അപ്പോൾ കൂടുതൽ പ്ലേയേഴ്സിന് ടീമിൽ കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിലെനിക്ക് പറയാനുള്ള സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ കൂടുതൽ പ്ലേയേഴ്സിന് ഉൾക്കൊള്ളിക്കുക, അല്ലെങ്കിൽ പ്ലേയേഴ്സിന് കൂടുതൽ പ്ലേയിങ് ടൈം കൊടുക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമുക്ക് അവരുടെ ഒരു അടുത്ത ലെവലിലേക്ക് അവർ ഉയരണമല്ലോ. അതാണല്ലോ ഒരു ഫുട്ബോളിംഗ് പ്രൊജക്റ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇതൊരു പ്ലെയറും അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റിയുടെ ബാരിയറായി കാണുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ ബാരിയർ വെട്ടിച്ച് കടക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഫുട്ബോളിംഗ് പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആവുന്നത്. ഇപ്പോൾ അവർ ഫോറിൻ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ കോച്ചസുമായി നോളജ് ഷെയറിംഗ് എല്ലാം നടത്തുന്നു, ഫോറിൻ പ്ലേയേഴ്സുമായി കളിക്കുന്നു. അപ്പോൾ അവർ കാണുന്ന അവരുടെ ഒരു എബിലിറ്റി മതിയാവില്ല, അതിനും അടുത്ത ലെവലിലേക്ക് പോകണം എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അവരെത്തിക്കും. അതിനവർ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണല്ലോ അവരൊന്ന് ഡെവലപ്പ് ആവുക, അല്ലെങ്കിൽ അവരുടെ ശരിക്കുമുള്ള പീക്ക് ഫോം അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത്. സോ മേ ബി വർഷങ്ങൾ കഴിയുന്തോറും ഫോറിൻ പ്ലേയേഴ്സിൻ്റെ എണ്ണം കുറയുമായിരിക്കും. പക്ഷേ ഇപ്പം തന്നെ ഫോറിൻ പ്ലേയേഴ്സ് വേണ്ട എന്നുള്ളൊരു ഒപ്പീനിയൻ ഒട്ടും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ അതൊന്ന് ചിലർ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഫോറിൻ പ്ലെയർ പോളിസിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതേപോലെ സൂപ്പർ ലീഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യൂസ്, എക്സ്പെക്ടേഷൻസും കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനലിൽ വരുന്ന കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനലിനെ. ആൻഡ് ഫൈനലി, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.